അജ്മൽ കുറ്റം ചെയ്താൽ അജ്മലിനെതിരെ പോലീസിൻ്റെ അന്വേഷണം എടുക്കണം. അജ്മലിൻ്റെ വീട്ടിൽ കയറി വാപ്പയുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയല്ല ചെയ്യേണ്ടത്. എന്താണ് സംഭവിച്ചത് ദീപക് ഇക്കാര്യത്തിൽ KSEBയുടെ ഭാഗത്ത് ഒരു ന്യായവുമില്ലല്ലോ. കാരണം അജ്മലിൻ്റെ അതിക്രമത്തിന് അജ്മലിനെതിരെയാണ് കേസെടുക്കേണ്ടത്. അതിന് ഈ പ്രായമായ ഉമ്മയും വാപ്പയും അല്ല ശിക്ഷിക്കേണ്ടത്. അവരുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിന് എന്തെങ്കിലും ന്യായം ഇനി KSEBക്ക് പറയാനുണ്ടോ ദീപക്? KSEB ദ്രുതഗതിയിലെടുത്ത ഒരു നടപടിയാണ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ വൈദ്യുതി വിച്ഛേദിക്കുക എന്നുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ തുടർ ചലനങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതലായി ഇതിൽ KSEBക്ക് അമളി പറ്റിയോ എന്നുള്ളത് സംബന്ധിച്ച വ്യക്തത വരിക. ഒരു കൊലപാതകം ഒരാൾ ചെയ്യുകയും പക്ഷേ അതിന് അയാളുടെ പിതാവിനെയും മാതാവിനെയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? സമാനമായ രീതിയിലാണ് ഒരു തെറ്റ് അജ്മൽ ചെയ്തിട്ടുണ്ട്, കാര്യത്തിൽ തർക്കമില്ല. അവിടെ ഓഫീസിനകത്ത് പോവുകയും അവിടെ പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിലാരും നിഷേധിക്കുകയും ചെയ്യുന്നില്ല. ആ കാര്യത്തിൽ റിമാൻഡ് നടപടിയിലേക്ക് അജ്മലും സഹോദരനും കടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് KSEB എന്തിനീ നടപടിയെടുത്തു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളതാണ്. എനിക്കൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ചേരുന്നുണ്ട്. നിങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. UP മോഡലാണെന്ന് ഇത് ആരോപിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്? സമരത്തിന് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്. കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഏറ്റെടുക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം. ഒരു കോടതിയെ പോലെ പ്രവർത്തിക്കുന്ന KSEB, അവരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിക്കുന്ന KSEB, അവർക്ക് കുടിക്കാനുള്ള മരുന്നെടുക്കാനുള്ള ഇരുട്ടിലാക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ ഘട്ടത്തിൽ വരെ വളരെ വ്യക്തിവൈരാഗ്യത്തോടു കൂടി ആ കുടുംബത്തിനോടുള്ള വൈരാഗ്യത്തോടു കൂടിയിട്ടാണ് KSEB ഇതിൽ പെരുമാറിയിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബില്ലടച്ചതിന് ശേഷവും ഈ കാണുന്ന വൈദ്യുതി ഈ പറയുന്ന കറണ്ട് ആ കുടുംബത്തിലേക്ക് എത്തിച്ചു കൊടുക്കാതെ അവരുടെ എല്ലാ അവകാശങ്ങളെയും നിഷേധിച്ചു. അത് കഴിഞ്ഞ് കടന്നു പോയപ്പോൾ അതിൻ്റെ പ്രതിഷേധക സൂചകമായി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അവിടേക്ക് പോയപ്പോൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അഥവാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അത് വെച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ്റെ പേരിലല്ല, അവൻ്റെ പിതാവിൻ്റെ പേരിൽ ഇരിക്കുന്ന വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കാൻ നേതൃത്വം കൊടുക്കുക. ഞാൻ ചോദിക്കുന്നു, ലോകത്ത് എവിടെയാണ് ഇത് നടന്നിട്ടിരിക്കുന്നത്? ഈ നാട്ടിനകത്ത് ഇന്ന് പോലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ ഒരു കുടുംബത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കാൻ. നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിൻ്റെ ആളുടെ പിതാവിന് ഇന്ന് വരെ ദ്രോഹിച്ചൊരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ അത് നടന്നു. KSEB അതുപോലെ കോടതി പോലെ പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല വളരെ നീതി നിഷേധമായിരിക്കുന്ന പ്രവൃത്തിയാണ് KSEB ചെയ്തിരിക്കുന്നത്. സമരം എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? സമരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് വൈകുന്നേരത്തോടു കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ഈ തിരുവമ്പാടി വെച്ചുകൊണ്ട് ജനാധിപത്യപരമായുള്ള സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് നീതി ലഭ്യമാക്കാനുള്ള കോടതി സംബന്ധമായിട്ടും നീതി ലഭ്യമാക്കാനുള്ള കോടതി സംബന്ധമായിട്ടും സമരം സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രക്ഷോഭങ്ങൾക്കും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഓഫീസർമാരൊന്നും കാര്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്ക് ആ വീടിൻ്റെ അടുത്ത് പോയി എവിടെ നിന്നാണ് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രേക്ഷകരോട് വിശദമാക്കാം. നമ്മൾ KSEB മന്ത്രി, വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ കൂടി ശ്രമിക്കുന്നുണ്ട്. ഒപ്പം CMDയും ശ്രമിക്കുന്നു. രണ്ടുപേരും ഫോൺ ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. KSEBയുടെ ഓഫീസ് അടിച്ചു തകർത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി വേണമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ദീപക്. അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ടാണ് പ്രതിഷേധ സമരങ്ങൾ. എനിക്കൊന്ന് ഉച്ചയോടുകൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ദീപക്? ഇന്ന് അത്തരത്തിൽ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിൽ വ്യക്തമായി പറയാൻ സാധിക്കില്ല. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരൊക്കെ അവധിയിൽ പോകുന്ന ദിവസമാണ്. അതുമാത്രമല്ല, ഇത്രയധികം വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇനി പ്രകടമായി അത്തരത്തിൽ വൈദ്യുതി കണക്ഷൻ വീണ്ടും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ എത്താൻ സന്നദ്ധമാവുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം കഴിയുന്നതോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ വിഷയം കൂടുതൽ അന്വേഷിക്കുക ദീപക്. നമുക്ക് വീടിൻ്റെ പരിസരത്ത് നിന്നും നമുക്ക് അടുത്ത ഘട്ടത്തിൽ വാർത്ത എത്തിക്കാവുന്നതാണ്. അജ്മലിനോട് നമുക്ക് സംസാരിക്കാവുന്നതാണ്. പക്ഷേ അയാൾ ഓഫീസ് അടിച്ച് തകർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നിയമ നടപടി നേരിടണം. അക്കാര്യത്തിലൊരു സംശയവുമില്ല. അതായത് മകൻ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം ചെയ്താൽ അച്ഛൻ്റെ വീട്ടിലെ ഫ്യൂസോ അച്ഛൻ്റെ വീട്ടിലോ വൈദ്യുതി ബന്ധമല്ലല്ലോ വിച്ഛേദിക്കേണ്ടത്. അതാണ് ഇവിടെ KSEBക്ക് സംഭവിച്ചു പോയിരിക്കുന്ന മിസ്റ്റേക്ക്. അജ്മലിൻ്റെ വീട്ടിലെ കണക്ഷൻ പോലും വിച്ഛേദിക്കാൻ നിങ്ങൾക്ക് നിയമം അനുവദിക്കുന്നില്ല. നിയമപ്രകാരം നിങ്ങൾ ചെയ്തൊരു കാര്യം നിയമപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്. പോലീസ് കേസെടുക്കുന്നതിന് പകരം KSEB എടുക്കരുത്. KSEB സൂപ്പർ കോടതിയാവരുത്, സൂപ്പർ പോലീസും ആവരുത്. KSEBക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക, വൈദ്യുതി ബന്ധം കൃത്യമായിട്ട് അവിടെ ഉറപ്പുവരുത്തുക, ബില്ലടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഈ പണി ചെയ്താൽ പോരെ. നിങ്ങൾ എന്തിനാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ പോകുന്നത്? ഇത് എന്തായാലും KSEBക്ക് ഒരു കളങ്കമായി തീർന്നിരിക്കുന്നു. പല പ്രേക്ഷകരുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. തോന്നിവാസം കാണിക്കുന്നവനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ അതിന് KSEB എടുക്കുന്ന നടപടി ഇതായി മാറാൻ പാടില്ല. അപ്പോൾ അജ്മൽ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അജ്മലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് പകരം അജ്മലിൻ്റെ പിതാവിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥും ചെയ്യുന്നത്
എന്നാണ് ചിലർ പറയുന്നത്. ഇത് ബുൾഡോസറും കൂടെ അയച്ചാൽ മതി, KEB പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമല്ലോ. എന്ത് നാടാണിത് എന്നത് ചോദ്യത്തിലേക്ക് എത്തുന്നു. എന്തായാലും KEB അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കൊടുക്കണം പാവപ്പെട്ട ഈ ഉമ്മയ്ക്കും വാപ്പയ്ക്കും. അവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ പോലുമുണ്ട്.